സഹകാരി റേസ് പ്ലസിലെ മറ്റൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് പ്ലസ് വണ്ണിലെ ഒരു പ്രധാനപ്പെട്ട ടോപ്പിക്കായിട്ടുള്ള ഫ്ലൂയിഡ് പ്രഷർ ആൻഡ് പാസ്കൽസ് ലോ എന്ന് പറയുന്ന കാര്യമാണ്. അപ്പോൾ കഴിഞ്ഞ പാഠം മെക്കാനിക്സ് ഓഫ് സോളിഡ്സ് തുടങ്ങിയ ഇൻട്രൊഡക്ഷനിൽ ഞാൻ പറഞ്ഞിരുന്നു എന്താണ് സോളിഡ് എന്നും എന്താണ് ലിക്വിഡ് എന്നും എന്താണ് ഗ്യാസ് എന്നും. അപ്പോൾ സോളിഡും ലിക്വിഡിൽ സോളിഡ് കഴിഞ്ഞാൽ അതിലെ മോളിക്യൂൾസ് എങ്ങനെയായിരിക്കുമെന്നും മോളിക്യൂളാർ അറേഞ്ച്മെൻറ്റ് എങ്ങനെയായിരിക്കുമെന്നും എന്നുള്ള കാര്യമെല്ലാം കൃത്യമായി നിങ്ങൾക്കൊരു ധാരണ ഉണ്ടാകുമെന്ന് ഞാൻ ഉറച്ച് വിശ്വസിക്കുന്നു. ഇനി അടുത്ത് കിടക്കാൻ പോകുന്ന കാര്യമാണ് ഫ്ലൂയിഡ്. അടുത്ത് പറയാൻ പോകുന്ന കാര്യമാണ് ഫ്ലൂയിഡ്. അപ്പോൾ ഫ്ലൂയിഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആദ്യം മനസ്സിലാക്കേണ്ട കാര്യം, സിമ്പിളായിട്ട് പറഞ്ഞാൽ നമ്മൾ എന്താ പറയുന്നത്, ഒഴുകുന്ന എല്ലാത്തിനെയും എന്ത് എന്ന് പറയാം, ഫ്ലൂയിഡ് എന്ന് പറയാം. കുറച്ചും കൂടെ ആധികാരികമായി പറഞ്ഞു കഴിഞ്ഞാൽ ഞാനൊരു പ്ലേറ്റ് എടുത്തെന്ന് വിചാരിക്കുക, ആ പ്ലേറ്റിലേക്ക് കുറച്ച് വെള്ളം ഒഴിച്ചു എന്ന് വിചാരിക്കുക. ആ വെള്ളം ഒഴിച്ചാൽ എന്താ സംഭവിക്കുന്നത്, കുറേ അധികം നേരം അതിൻ്റെ ഷേപ്പ് ചേഞ്ച് ചെയ്തുകൊണ്ടേയിരിക്കും. അപ്പോൾ നമ്മൾ എന്താ പറയേണ്ടത്, ഫ്ലൂയിഡ് ഈസ് ദാറ്റ് ഷേപ്പ് എപ്പോഴും ചേഞ്ച് ചെയ്തുകൊണ്ടിരിക്കുമെന്ന് പറഞ്ഞാൽ അവിടെ എന്ത് സ്ട്രെസ് ആക്ട് എന്ന് പറയാം, ഷിയർ സ്ട്രെസ് ആക്ട് ചെയ്തുകൊണ്ടിരിക്കുമെന്ന് പറയാം. അപ്പോൾ ഒരു ബോഡിയിൽ കോൺസ്റ്റന്റ് ആയിട്ട് ഒരു ഒഴുകുന്ന സാധനത്തിൽ ഒരു വസ്തുവിൽ കോൺസ്റ്റന്റ് ആയിട്ട് ഷിയർ സ്ട്രെസ് ആക്ട് ചെയ്ത് കാരണം ഷേപ്പ് ചേഞ്ച് ചെയ്തുകൊണ്ടിരിക്കുകയാണ് എങ്കിൽ അതിനെനിക്ക് എന്ത് എന്ന് പറയാം, ഫ്ലൂയിഡ് എന്ന് പറയാം. അപ്പോൾ ഫ്ലൂയിഡ് തന്നെയാണ് നമ്മളുടെ ഗ്യാസസ് വരുന്നതും ഫ്ലൂയിഡാണ്, ഈ പറയുന്ന ലിക്വിഡ്സ് വരുന്നതും എന്ത് തന്നെയാണ്, ഫ്ലൂയിഡ്സ് തന്നെയാണ്. സോ ഫ്ലൂയിഡ് എന്ന് പറഞ്ഞാൽ എന്താ, എപ്പോഴും ഒഴുകുന്നവ എന്ന് പറഞ്ഞാൽ എല്ലായ്പ്പോഴും കോൺസ്റ്റന്റ് ആയിട്ട് ഒരു ഷിയർ സ്ട്രെസ് ആക്ട് ചെയ്തുകൊണ്ടിരിക്കുന്നവ. അതുകൊണ്ട് മാത്രമാണ് അതിൻ്റെ ഷേപ്പ് ഓരോ സെക്കൻഡിലും ചേഞ്ച് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ നമുക്ക് ഇതിൽ ആദ്യം മനസ്സിലാക്കേണ്ട കാര്യം, എന്താണ് ഫ്ലൂയിഡ് പ്രഷർ, എന്താണ് പാസ്കൽസ് ലോ, പാസ്കൽസ് ലോയുടെ ആപ്ലിക്കേഷൻ എന്താണ്. വളരെ സിമ്പിളായ കാര്യങ്ങളാണ്, നിങ്ങളൊന്ന് കുറച്ച് കേട്ടിരുന്നാൽ മാത്രം മതി, നിങ്ങൾക്ക് തന്നെ പറയാൻ പറ്റുന്ന കാര്യങ്ങളാണ്. അപ്പോൾ ഫസ്റ്റ് ബേസിക് ആയിട്ട് ഡെഫിനിഷനാണ് പറയുന്നത്, എല്ലായിടവും പറയുന്ന കാര്യം തന്നെയാണ്. ഫ്ലൂയിഡ് എന്ന് പറഞ്ഞാൽ എന്താണ്, സംതിങ് വിച്ച് ക്യാൻ ഫ്ലോ, ഒഴുകുന്ന എന്തിനേയും എനിക്ക് എന്ത് എന്ന് പറയാം, ഫ്ലൂയിഡ്സ് എന്ന് പറയാം. അപ്പോൾ ഒരു കാര്യം ചോദിക്കാം, ഫ്ലൂയിഡ്സ് ആയിട്ട് എന്തൊക്കെ പറയാം, ലിക്വിഡ്സും ഗ്യാസസും എന്ത് തന്നെയാണ്, ഫ്ലൂയിഡ്സ് തന്നെയാണ്. ലിക്വിഡ്സും ഗ്യാസസും എന്ത് തന്നെയാണ്, ഫ്ലൂയിഡ്സ് തന്നെയാണ്. ഒഴുകുന്ന എന്തിനേയും എനിക്ക് എന്ത് എന്ന് പറയാം, ഫ്ലൂയിഡ് എന്ന് പറയാം. ലിക്വിഡ്സും ഗ്യാസസും എന്ത് തന്നെയാണ്, ഫ്ലൂയിഡ്സ് തന്നെയാണ്, മറക്കരുത് ഫസ്റ്റ് കാര്യം. ഇനി നമ്മൾ പ്രഷർ എന്നൊരു കാര്യം പറഞ്ഞിരുന്നു. എന്ത് പറഞ്ഞിരുന്നു, പ്രഷർ എന്ന് പറഞ്ഞൊരു കാര്യം പറഞ്ഞിരുന്നു. എന്താ, ഒരു വസ്തു എടുത്തു കഴിഞ്ഞാൽ ഞാൻ ആ വസ്തുവിലേക്ക് ബലം പ്രയോഗിക്കുമ്പോൾ ആ ബലം ഡിവൈഡ് ബൈ ഏരിയയെ വിളിക്കുന്ന പേരാണ് എന്ത്, പ്രഷർ. ഇനി ത്രസ്റ്റ് എന്ന് പറഞ്ഞാൽ എന്താണ്, ഒരു സർഫസിൽ ആക്ട് ചെയ്യുന്ന നോർമൽ ഫോഴ്സ്. എന്ത് ഫോഴ്സ്, ഒരു സർഫസിൽ ആക്ട് ചെയ്യുന്ന നോർമൽ ഫോഴ്സ്, അതിനെ വിളിക്കുന്ന പേരാണ് ത്രസ്റ്റ്. ത്രസ്റ്റ് എന്ന് പറഞ്ഞാൽ എന്തല്ല, പ്രഷർ അല്ല. ത്രസ്റ്റ് എന്ന് പറഞ്ഞാൽ ഒരു സർഫസിൽ ആക്ട് ചെയ്യുന്ന നോർമൽ ഫോഴ്സിനെ വിളിക്കുന്ന പേരാണ് ത്രസ്റ്റ്. അപ്പോൾ എന്താണ് നോർമൽ ഫോഴ്സ് എന്ന് പറഞ്ഞാൽ, ഞാനൊരു സർഫസ് പറഞ്ഞു, ആ സർഫസിന് പെർപെൻഡിക്കുലറായി ആക്ട് ചെയ്യുന്ന ഫോഴ്സ്. ഒരു സർഫസിന് പെർപെൻഡിക്കുലർ ആയിട്ട് ആക്ട് ചെയ്യുന്ന ഫോഴ്സിനെ എനിക്ക് എന്ത് എന്ന് വിളിക്കാം, ത്രസ്റ്റ് എന്ന് വിളിക്കാം. സോ അപ്പോൾ ആദ്യം എന്താ ഫ്ലൂയിഡ് എന്ന് പറഞ്ഞാൽ, ഒഴുകുന്നതിന് എനിക്ക് എന്തെന്ന് പറയാം, ഫ്ലൂയിഡ് എന്ന് പറയാം. ലിക്വിഡ്സും ഗ്യാസസും എന്തോന്നാണ്, ഫ്ലൂയിഡ്സ് ആണ്. എന്താണ് ത്രസ്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഒരു സർഫസിൽ ആക്ട് ചെയ്യുന്ന നോർമൽ ഫോഴ്സിനെ വിളിക്കുന്ന പേരാണ് ത്രസ്റ്റ് എന്ന് പറയുന്നത്. പ്രഷർ എന്ന് പറഞ്ഞാൽ എന്താ, ഈ നോർമൽ ഫോഴ്സ് ബൈ ഏരിയയെ ഞാൻ വിളിക്കുന്ന പേരാണ് പ്രഷർ. അപ്പോൾ മൂന്ന് കാര്യങ്ങളാണ് പറഞ്ഞത്. എന്താണ് ഫ്ലൂയിഡ്, സിമ്പിൾ ഡെഫിനിഷനാണ് പറഞ്ഞത്, ഷിയർ സ്ട്രെസ്സിനെ ബേസ് ചെയ്ത് പറഞ്ഞിട്ടില്ല. സിമ്പിളായിട്ട് കാര്യം മനസ്സിലാക്കുക, ഒഴുകുന്ന എന്തിനേയും എനിക്ക് എന്ത് എന്ന് പറയാം, ഫ്ലൂയിഡ് എന്ന് പറയാം. മെയിനായിട്ട് ഏതൊക്കെയാണ് ഫ്ലൂയിഡ് എന്ന് പറയുന്നത്, ഗ്യാസസ് എന്ന് പറയുന്നതും ലിക്വിഡ്സ് എന്ന് പറയുന്നതും എന്ത് തന്നെയാണ്, ഫ്ലൂയിഡ്സ് തന്നെയാണ്. രണ്ടും ഒഴുകിക്കൊണ്ടിരിക്കുന്നവയാണ്. ഇനി ത്രസ്റ്റ് എന്ന് പറഞ്ഞാൽ എന്താ, ഒരു സർഫസിൽ ആക്ട് ചെയ്യുന്ന നോർമൽ ഫോഴ്സിനെ വിളിക്കുന്ന പേരാണ് ത്രസ്റ്റ്. ഒരു സർഫസിൽ ആക്ട് ചെയ്യുന്ന നോർമൽ ഫോഴ്സിനെ വിളിക്കുന്ന പേരാണ് ത്രസ്റ്റ്. ഇനി ത്രസ്റ്റ് ബൈ ഏരിയ എനിക്ക് എന്തെന്ന് പറയാം, പ്രഷർ എന്ന് പറയാം. ഒരു സർഫസിൽ ആക്ട് ചെയ്യുന്ന നോർമൽ ഫോഴ്സ് ബൈ ഏരിയയെ എനിക്ക് എന്ത് എന്ന് പറയാം, പ്രഷർ എന്ന് പറയാം. കൃത്യമായി മനസ്സിലായി എന്ന് വിശ്വസിക്കുന്നു. കാരണം ഈ പറയുന്ന വാക്കുകൾ ഇനി ഈ സെക്ഷനിൽ മുന്നോട്ട് പോകുന്ന സമയത്തും ഈ പറയുന്ന വാക്കുകൾ നമ്മൾ സ്ഥിരമായി ഉപയോഗിക്കുന്നുണ്ട്. സോ ഇവയ്ക്ക് അതിൻ്റെതായ ഒരു ഇമ്പോർട്ടൻസ് ഉണ്ടെന്ന് തന്നെ മനസ്സിലാക്കുക. ഓക്കെ, അടുത്തതിലേക്ക് പോവാം. ഇനി എന്താണ് ഫ്ലൂയിഡ് പ്രഷർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഓക്കെ, കൃത്യമായിട്ട് മനസ്സിലാക്കുക. ഇവിടെ ഒരു ഫിഗറാണ് കാണിച്ചിരിക്കുന്നത്. ഒരു ബോഡി
ഫ്ലൂയിഡിൽ സബ്മേർജ്ഡ് ആയിരിക്കുന്നു. എങ്ങനെയായിരിക്കുന്നു? ഫ്ലൂയിഡിൽ സബ്മേർജ്ഡ് ആയിരിക്കുന്നു എന്ത്? ഒരു ബോഡി. അപ്പോൾ ഈ ബോഡിയിലേക്ക് ഈ ഫ്ലൂയിഡ് എന്ത് എക്സേർട്ട് ചെയ്യും? ഫോഴ്സ് എക്സേർട്ട് ചെയ്യും. കൃത്യമായിട്ട് മനസ്സിലാക്കുക. ഒരു വസ്തു ഞാൻ എടുത്തിട്ടുണ്ട്. ആ വസ്തു എന്തിലാണ്? ഒരു ഫ്ലൂയിഡിൽ സബ്മേർജ് ചെയ്തിരിക്കുകയാണ്. ഈ സബ്മേർജ് ചെയ്ത ബോഡിയിൽ എന്ത് ആക്ട് ചെയ്യുന്നുണ്ട്? ഫോഴ്സ് ആക്ട് ചെയ്യുന്നുണ്ട്. അതെല്ലായ്പ്പോഴും എങ്ങനെയാണ്? നോർമൽ ടു ദ സർഫസ് ആണ്. എന്തിന് നോർമലാണ്? സർഫസിന് നോർമലാണ്. ഇനി എന്തുകൊണ്ട് നോർമലായി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, if there were a component of force parallel to the surface, the object will also exert a force on the fluid parallel to it as a consequence of third law. എന്ന് പറഞ്ഞാൽ നമ്മൾ എന്താ പറയുന്നത്? ഈ പറയുന്ന സർഫസിന് പാരലൽ ആയിട്ട് ഒരു ഫോഴ്സ് ആക്ട് ചെയ്യുന്നുണ്ട് എന്നെങ്കിൽ അതിന് ഓപ്പോസിറ്റ് ആയിട്ടും ഒരു ഫോഴ്സ് ഉണ്ടായിരിക്കും. ആര് പറഞ്ഞ കാര്യമാണ്? ന്യൂട്ടന്റെ തേർഡ് ലോ ഓഫ് മോഷൻ പറഞ്ഞ കാര്യമാണ്. ഇത് എന്തിനാണ് ന്യൂട്ടന്റെ തേർഡ് ലോ പറഞ്ഞ കാര്യം എന്ന് പറഞ്ഞാൽ, ഇതിന്റെ ഷേപ്പ് ചേഞ്ച് ചെയ്യുന്നത് മനസ്സിലാക്കാൻ ന്യൂട്ടന്റെ തേർഡ് ലോ പറഞ്ഞത്. ഈ ഫോഴ്സ് ആണ് ഫ്ലൂയിഡിന്റെ ഫ്ലോയ്ക്ക് കാരണമായിട്ടുള്ളത്. ദിസ് ഫോഴ്സ് വിൽ കോസ് ദ ഫ്ലൂയിഡ് ടു ഫ്ലോ പാരലൽ ടു ദ സർഫസ്. ഒരു സർഫസ് പറഞ്ഞു, ഈ സർഫസിൽ ഒരു ഫോഴ്സ് ആക്ട് ചെയ്യുന്നുണ്ട്. ഈ ഫോഴ്സ് ആണ് ആ ബോഡിയെ എന്ത് ചെയ്യിക്കുന്നത്? മൂവ് ചെയ്യുന്നത്. ഇപ്പൊ അടുത്ത് പറയുന്ന കാര്യം എന്ന് പറഞ്ഞാൽ, നമ്മൾ ഇവിടെ ആക്ട് ചെയ്യുന്ന സബ്മേർജ്ഡ് ആയിട്ടുള്ള ഒരു ബോഡിയെ ഞാൻ ഇവിടെ കൺസിഡർ ചെയ്തിട്ടുണ്ട്. സബ്മേർജ്ഡ് ആയിട്ടുള്ള ഒരു ബോഡി കൺസിഡർ ചെയ്തിട്ടുണ്ട്. ഈ ബോഡിയിൽ ഞാൻ എന്ത് കൺസിഡർ ചെയ്തിരിക്കുകയാണ്? ഒരു ബോഡി അകത്തുള്ളത് മനസ്സിലാക്കുക. വെള്ളത്തിനകത്തൊരു ബോഡി ഉണ്ട് എന്ന് വിചാരിക്കുക. ഈ ബോഡിയിൽ ആക്ട് ചെയ്യുന്ന ഫോഴ്സസ് എല്ലാം തന്നെ നോർമലായിട്ട് സർഫസിൽ ആക്ട് ചെയ്യുന്നു. ഇനി നോർമലായിട്ട് ആക്ട് ചെയ്യാത്ത ഫോഴ്സ് അഥവാ സർഫസിന് പാരലായിട്ട് പോകുന്ന ഫോഴ്സ് എന്തിന് കാരണമാകും? ആ ഫ്ലൂയിഡിന്റെ ഫ്ലോയ്ക്ക് കാരണമാകും. കൃത്യമായി മനസ്സിലാക്കുക. ഒരു സബ്മേർജ്ഡ് ആയിട്ടുള്ള ഒരു ഫ്ലൂയിഡിനകത്തൊരു വസ്തുവുണ്ട്. ആ ഫ്ലൂയിഡ് ആ പറയുന്ന വസ്തുവിലേക്ക് നോർമലായിട്ട് ഒരു ഫോഴ്സ് എക്സേർട്ട് ചെയ്യും. രണ്ടാമത് പറഞ്ഞ കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഈ പറയുന്ന സർഫസിന് പാരലായിട്ട് എന്തുകൊണ്ട്? ഒരു ഫോഴ്സ് ആക്ട് ചെയ്യും. ഈ ഫോഴ്സ് ആണ് എന്തിന് കാരണമാകുന്നത്? ഫ്ലൂയിഡ് ഫ്ലോയ്ക്ക് കാരണമാകുന്നത്. അപ്പോൾ സർഫസിന് പാരലായിട്ട് ആക്ട് ചെയ്യുന്ന ഫോഴ്സ് എന്ന് പറയുമ്പോൾ കൃത്യമായിട്ട് മനസ്സിലാക്കുക, അത് ഷിയർ സ്ട്രെസ്സിന് കാരണമാകും. എന്തിന് കാരണമാകും? ഷിയർ സ്ട്രെസ്സിന് കാരണമാകും. അപ്പോൾ ഷിയർ സ്ട്രെസ് ആകുന്നതുകൊണ്ട് അതിന്റെ ഷേപ്പ് എപ്പോഴും ചേഞ്ച് ചെയ്തുകൊണ്ടേയിരിക്കും. അത് എന്തിന് കാരണമായി? ഫ്ലൂയിഡ് ഫ്ലോയ്ക്ക് കാരണമായി. എന്തിന് കാരണമായി? ഫ്ലൂയിഡ് ഫ്ലോയ്ക്ക് കാരണമായി. കൃത്യമായിട്ട് മനസ്സിലാക്കുക. ഓക്കെ, ഇതാണ് ബേസിക് ആയിട്ട് പറയുന്ന കാര്യം. ഫ്ലൂയിഡ് പ്രഷറിൽ നിന്ന് ചോദ്യങ്ങൾ ചോദിക്കാനുള്ള സാധ്യത വളരെ കുറവാണ്. കൃത്യമായിട്ട് മനസ്സിലാക്കുക എന്താണ് ഫ്ലൂയിഡ് പ്രഷർ എന്ന് പറഞ്ഞാൽ. ഫ്ലൂയിഡ് പ്രഷർ എന്ന് പറഞ്ഞാൽ എന്താ? ഒരു ഫ്ലൂയിഡിനകത്തൊരു സബ്മേർജിബിൾ വസ്തു ഉണ്ടെങ്കിൽ ആ ഫ്ലൂയിഡ് എല്ലാ സൈഡിൽ നിന്നും ഈക്വൽ ആയിട്ടൊരു നോർമൽ പ്രഷറിനകത്ത് ആക്ട് ചെയ്യും. ഈ പ്രഷർ തന്നെയാണ് എന്തിന്? ആ പർട്ടിക്കുലർ പോയിന്റിലെ ലിക്വിഡിന്റെ പ്രഷർ. അപ്പൊ ഞാൻ ഈ ഒരു ബോഡി കൺസിഡർ ചെയ്തു. ഈ പറയുന്ന ബോഡിയിൽ 4 സൈഡിൽ നിന്നും എന്ത് ആക്ട് ചെയ്യുന്നുണ്ട്? വാട്ടറിന്റെ ഫോഴ്സ് ആക്ട് ചെയ്യുന്നുണ്ട്. അതാണ് അതിന്റെ എന്ന് പറയുന്നത്, ആ ഫ്ലൂയിഡിന്റെ എന്ന് പറയുന്നത് പ്രഷർ എന്ന് പറയുന്നത്. ഓക്കെ, ഇനി പറയുന്ന ഒരു പ്രധാനപ്പെട്ട കാര്യം, ഫ്ലൂയിഡ് പ്രഷർ ഒരു സബ്മേർജ്ഡ് ആയിട്ടുള്ള ഒരു വസ്തുവിൽ ആക്ട് ചെയ്യുന്ന പ്രഷർ എന്ന് പറയുന്നത് അത് എത്ര ഹൈറ്റ് താഴെയാണ് ഇരിക്കുന്നത്. ഫോർ എക്സാമ്പിൾ, ഈ പറയുന്ന ഫ്ലൂയിഡ് 3 മീറ്റർ താഴെയാണ് ആക്കിയിരിക്കുന്നതെങ്കിൽ, അടുത്തൊരു ഞാൻ വീണ്ടും ഒരു ബോഡി വരച്ചു, അത് 4 മീറ്റർ താഴെയാണ് ഇരിക്കുന്നതെങ്കിൽ ഏതിനാണ് പ്രഷർ കൂടുതൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഏതാണോ കൂടുതലായി താഴ്ന്നിരിക്കുന്നത് അതിലാണ് എന്ത് കൂടുതൽ? പ്രഷർ കൂടുതൽ. കഴിഞ്ഞ ദിവസം നിങ്ങൾ ടൈറ്റൻ എന്നൊരു ഷിപ്പിനെ പറ്റി കേട്ടിരുന്നു. അത് കടലിലെ 3 കിലോമീറ്റർ ആഴത്തിലേക്ക് പോകുമ്പോൾ അവിടെ ഒരു ഇംപ്ലോഷൻ ഉണ്ടായി എന്ന് പറഞ്ഞു. അപ്പോൾ ഇംപ്ലോഷൻ ഉണ്ടാകണമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവിടെ എന്ത് കൂടുതലാണ്? പ്രഷർ വളരെ കൂടുതലാണ്. അപ്പോൾ നമ്മുടെ മീൻ സീ ലെവലിൽ നിന്ന് 1 മീറ്റർ മാറിക്കഴിഞ്ഞാൽ, 1 മീറ്റർ താഴോട്ട് പോയി കഴിഞ്ഞാൽ ഒരുപാട് പ്രഷറായി. അപ്പോൾ 3 കിലോമീറ്റർ എന്ന് പറയുമ്പോൾ 3000 മീറ്റർ ആണ്. അപ്പോൾ ഇതാണ് 3000 ബാർ പ്രഷർ അവിടെ ആക്ട് ചെയ്യുന്നുണ്ട്. സോ താഴോട്ട് പോകും തോറും ഹൈറ്റ് താഴോട്ട് കൂടിക്കൊണ്ടിരിക്കും തോറും അവിടെ ആക്ട് ചെയ്യുന്ന ഈ ഫ്ലൂയിഡ് പ്രഷറും എന്തുകൊണ്ടിരിക്കും? കൂടിക്കൊണ്ടിരിക്കും. ഈ ഫ്ലൂയിഡ് പ്രഷർ നമ്മൾ എങ്ങനെയാ പറയുന്നത്? സർഫസിന് നോർമൽ പെർപെൻഡിക്കുലർ എന്ന് പറയുന്ന പോലെ നോർമൽ ആയിട്ടാണ് ആക്ട് ചെയ്തുകൊണ്ടിരിക്കുന്നത്. കൃത്യമായി മനസ്സിലായെന്ന് വിശ്വസിക്കുന്നു. അപ്പോൾ എപ്പോഴും മനസ്സിലാക്കുക, ഒരു വസ്തു വെള്ളത്തിലാണ്, വെള്ളത്തിൽ താഴോട്ട് പോകുന്തോറും അതിൻ്റെ എന്ത് കൂടിക്കൊണ്ടിരിക്കും? പ്രഷർ കൂടിക്കൊണ്ടിരിക്കും. കാരണം അതിന് മുകളിൽ വരുന്ന വെയിറ്റ് ഓഫ് ദ ഫ്ലൂയിഡ് കൂടാം.
ഓക്കെ, കൃത്യമായി തന്നെ മനസ്സിലാക്കുക. അപ്പോൾ ഫ്ലൂയിഡ് പ്രഷർ സിമ്പിൾ ടേം ആണ്. ഒരു വസ്തു ഇരിക്കുന്നെങ്കിൽ ആ വസ്തുവിലെ സർഫസിൽ ഫ്ലൂയിഡ് നോർമലായിട്ട് എക്സേർട്ട് ചെയ്യുന്ന ഫോഴ്സ് ബൈ ഏരിയ, അതിനെ വിളിക്കുന്ന പേരാണെന്ന് ഫ്ലൂയിഡ് പ്രഷർ. ഓക്കെ, നമ്മൾ ഇനി അടുത്ത് പറയാവുന്ന കാര്യം എന്ന് പറഞ്ഞാൽ, അപ്പോൾ നമ്മൾ ഒരു ആവറേജ് പ്രഷർ എന്നൊരു ടേമാണ് ഇൻഡിക്കേറ്റ് ചെയ്യാൻ പോകുന്നത്. ആവറേജ് പ്രഷർ എന്ന് പറഞ്ഞാൽ എന്താണ് എന്നുള്ള കാര്യം. അപ്പോൾ ഇത് ഒരു നമ്മൾ ഡിഫൈൻ ചെയ്യുന്ന എങ്ങനെയാണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഒരു പിസ്റ്റന്റെ ഏരിയ എ ആണെന്ന് വിചാരിക്കാം. ഫോർ എക്സാമ്പിൾ, ഇതൊരു പിസ്റ്റൺ ആണ്. ഈ പിസ്റ്റന്റെ ഏരിയ എന്ന് പറയുന്നത് ഏരിയ എ ആണ്. അപ്പോൾ ഇവിടെ എഫ് എന്നൊരു ഫോഴ്സ് പിസ്റ്റന്റെ സർഫസിൽ ആക്ട് ചെയ്യുന്നുണ്ട്. എഫ് എന്നൊരു ഫോഴ്സ് പിസ്റ്റന്റെ സർഫസിൽ ആക്ട് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇവിടുത്തെ ആവറേജ് പ്രഷർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഫോഴ്സ് ബൈ ക്രോസ് സെക്ഷണൽ ഏരിയ എന്ന് പറയാം. ഫോഴ്സ് ബൈ എന്ന് പറയാം, ക്രോസ് സെക്ഷണൽ ഏരിയ എന്ന് പറയാം. അപ്പോൾ കൃത്യമായി മനസ്സിലാക്കുക, നമ്മുടെ നേരത്തെ പറഞ്ഞ അതേ ഡെഫിനിഷൻ തന്നെയാണ്. ഒരു ഫ്ലൂയിഡ് ആയതുകൊണ്ട് ഞാൻ എന്ത് ചെയ്തു, ഒരു സിലിണ്ടർ എടുത്തു. ഇതിനകത്ത് മൊത്തം ഫ്ലൂയിഡ് നിറച്ചു. ഈ ഫ്ലൂയിഡ് എന്ത് എക്സേർട്ട് ചെയ്യുന്നുണ്ട്? ഈ പിസ്റ്റണിൽ ഒരു ഫോഴ്സ് എക്സേർട്ട് ചെയ്യുന്നുണ്ട്. അപ്പോൾ അവിടെ ആക്ട് ചെയ്ത ആവറേജ് പ്രഷർ എന്ന് പറഞ്ഞാൽ ഇവിടെ ആക്ട് ചെയ്ത ഫോഴ്സ് ബൈ ആ പിസ്റ്റണിന്റെ ക്രോസ് സെക്ഷണൽ ഏരിയ ആയിരിക്കും. ഫോഴ്സ് ബൈ ഏരിയ ആയിരിക്കും. അത് എപ്പോഴും നോർമൽ ഫോഴ്സ് തന്നെയായിരിക്കും പിസ്റ്റണിന്റെ കാര്യം എടുത്തു കഴിഞ്ഞാൽ. ഇനി സ്റ്റാൻഡേർഡ് ടെമ്പറേച്ചറും അറ്റ്മോസ്ഫിയറിക് പ്രഷറിലും, ഈ സ്റ്റാൻഡേർഡ് ടെമ്പറേച്ചറിലും അറ്റ്മോസ്ഫിയർ എന്ന് പറഞ്ഞാൽ 1 അറ്റ്മോസ്ഫിയറിക് പ്രഷറിലാണ് പറയുന്നത് സ്റ്റാൻഡേർഡ് പ്രഷർ എന്ന് പറയുമ്പോൾ. അപ്പോൾ ഈ പിസ്റ്റണ് ഏരിയ വളരെ സ്മോൾ ആയിട്ടാണ് കൺസിഡർ ചെയ്യുന്നത്. അപ്പോൾ നമ്മൾ ഇതിനെ എന്ന് പറഞ്ഞാൽ ഈ ഏരിയ എന്ന് പറയുന്ന ആള് വളരെ ചെറുതായിട്ടാണ് നമ്മൾ അസ്യൂം ചെയ്യുന്നത് ഒരു പോയിന്റിലേക്ക് പറയുന്ന സമയത്ത്. അപ്പോൾ നമ്മൾ പ്രഷർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മനസ്സിലാക്കേണ്ട കാര്യം, ലിമിറ്റ് ഡെൽറ്റ എ tends to 0 delta F by delta A. This is the formula to find out the pressure. So a small change in force is delta F. A small area is being considered, so that if you took the limit, അപ്പോൾ ലിമിറ്റ് എടുത്തു കഴിഞ്ഞാൽ ആ ഡെൽറ്റ എ എന്ന് പറയുന്ന ആള് 0യിലേക്ക് പോയി കഴിയുകയാണ് എങ്കിൽ എനിക്ക് അവിടെ എന്ത് കിട്ടണം? പ്രഷർ എന്ന് പറയുന്ന സാധനം കിട്ടണം. പ്രഷർ എന്ന് പറയുന്ന ആളെ കിട്ടണം. കൃത്യമായിട്ട് മനസ്സിലാക്കി, ഇത്രയേ ഉള്ളൂ. പ്രഷർ എന്ന് പറഞ്ഞാൽ എന്താണ്? ഫോഴ്സ് ബൈ ഏരിയ ആണ്. ഇവരെ ഡിഫൈൻ ചെയ്തിരിക്കുകയാണ്. നമ്മൾ എന്ത് ചെയ്തു? ഒരു സ്മോൾ ഏരിയ എടുത്തു. ആ സ്മോൾ ഏരിയ ഡി എ ആണ്. അവിടെ ആക്ട് ചെയ്യുന്ന സ്മോൾ ഫോഴ്സ് ഡെൽറ്റ എഫ് ആണ്. അപ്പോൾ ഡെൽറ്റ എ ടെൻസ് ടു 0ക്ക് പോകുന്ന സമയത്ത് അത് കിട്ടുന്ന എങ്ങോട്ടായിരിക്കും? പ്രഷർ എന്ന് പറയുന്ന പോയിന്റിലേക്കായിരിക്കും മൂവ് ചെയ്യുന്നത്. ഇതാണ് ഡിഫൈൻ ചെയ്തിരിക്കുന്നതാണ്. ഒന്ന് അറിഞ്ഞിരുന്നാൽ മാത്രം മതി. എപ്പോഴും ഓർത്തിരിക്കുക, പ്രഷർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവിടെ ആക്ട് ചെയ്യുന്ന ഫോഴ്സ് ബൈ ഏരിയ. അടുത്തിലേക്ക് പോവുകയാണ്. പ്രഷർ എന്താണ് എന്നാണ് പറഞ്ഞിരിക്കുന്നത്. പ്രഷർ എന്ന് പറഞ്ഞൊരു സ്കെയിലാർ ക്വാണ്ടിറ്റി ആണെന്ന് അറിയാം. സോ പ്രഷർ എന്ന് പറഞ്ഞാൽ എന്ത് ക്വാണ്ടിറ്റിയാണ്? സ്കെയിലാർ ക്വാണ്ടിറ്റി. ചിലപ്പോൾ ചോദിക്കാം, ഏത് ക്വാണ്ടിറ്റിയാണ്? സ്കെയിലാർ ക്വാണ്ടിറ്റിയാണ്. പ്രഷറിന്റെ ഫോർമുല എന്താണ്? ഫോഴ്സ് ബൈ ഏരിയ. ഫോഴ്സ് എന്ന് പറഞ്ഞാൽ എന്താണ്? മാസ് ഇൻറ്റു ആക്സിലറേഷൻ ഡിവൈഡ് ബൈ ഏരിയ, എൽ സ്ക്വയർ. സോ എങ്ങനെ ഒരു ഡയമെൻഷൻ? എം എൽ റേസ് ടു -1 ടി റേസ് ടു -2 ഈസ് ദ ഡയമെൻഷൻ. യൂണിറ്റ് എന്താണ്? ന്യൂട്ടൺ പെർ മീറ്റർ സ്ക്വയർ. അതിനെ വിളിക്കുന്ന മറ്റൊരു പേരാണ് പാസ്കൽ. ന്യൂട്ടൺ പെർ മീറ്റർ സ്ക്വയർ വിളിക്കുന്ന മറ്റൊരു പേരെന്താ? പാസ്കൽ. ഓക്കെ, ഇനി അടുത്ത് പറയുന്ന കാര്യം എന്ന് പറഞ്ഞാൽ, നമ്മൾ കോമൺ ആയിട്ട് ഉപയോഗിക്കുന്ന സാധനം എന്ന് പറഞ്ഞാൽ അറ്റ്മോസ്ഫിയറിക് പ്രഷറാണ്. അപ്പോൾ അറ്റ്മോസ്ഫിയറിക് പ്രഷർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മീൻ സീ ലെവലിൽ അറ്റ്മോസ്ഫിയറിലുള്ള പ്രഷർ, അറ്റ്മോസ്ഫിയറിലുള്ള എയർ എക്സേർട്ട് ചെയ്യുന്ന പ്രഷർ. മീൻ സീ ലെവലിൽ പ്രഷർ എക്സർട്ട് ബൈ ദ അറ്റ്മോസ്ഫിയർ ഈസ് കോൾഡ് ആസ് അറ്റ്മോസ്ഫിയറിക് പ്രഷർ. ഒരു ബേസിക് ആയിട്ടുള്ളൊരു ക്രൈറ്റീരിയ വെച്ചിരിക്കുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മീൻ സീ ലെവലിനെ ബേസ് ചെയ്താണ്. സോ മീൻ സീ ലെവലിനനുസരിച്ച് ആ അറ്റ്മോസ്ഫിയർ എക്സേർട്ട് ചെയ്യുന്ന പ്രഷറിനെ വിളിക്കുന്ന പേരാണ് അറ്റ്മോസ്ഫിയറിക് പ്രഷർ എന്ന് പറയുന്നത്. ഈ ഒരു അറ്റ്മോസ്ഫിയറിക് പ്രഷർ എന്താണെന്നുള്ള വാല്യൂ കാണാതെ പഠിക്കണം. 1.013 × 10⁵ പാസ്കൽ. കാണാതെ പഠിക്കുക, വെരി വെരി ഇമ്പോർട്ടൻറ്റ്. 1 അറ്റ്മോസ്ഫിയറിക് പ്രഷർ എന്ന് പറഞ്ഞാൽ 1.0135 × 10⁵ പാസ്കൽ. ഓക്കെ, അപ്പോൾ
ഒരു ഫ്ലൂയിഡിനെ ഡിനോട്ട് ചെയ്യാൻ സഹായിക്കുന്ന മറ്റൊരു ടേമാണ് ഡെൻസിറ്റി എന്ന് പറയുന്നത്. ഒരു ഫ്ലൂയിഡിനെ മനസ്സിലാക്കി തരാൻ സഹായിക്കുന്ന മറ്റൊരു പ്രധാനപ്പെട്ട ക്വാണ്ടിറ്റിയാണ് അതിൻ്റെ ഡെൻസിറ്റി എന്ന് പറയുന്നത്. ഡെൻസിറ്റി എന്ന് പറഞ്ഞാൽ എന്താണ്? മാസ് ബൈ വോളിയം. ഡെൻസിറ്റി എന്ന് പറഞ്ഞാൽ എന്താണ്? മാസ് ബൈ വോളിയം. ഡയമെൻഷൻ ഇപ്പോൾ യൂണിറ്റ് എങ്ങനെ എഴുതാം? കിലോഗ്രാം പെർ മീറ്റർ ക്യൂബ്. കിലോഗ്രാം പെർ മീറ്റർ ക്യൂബ് കൃത്യമായി അറിഞ്ഞിരിക്കുക. അപ്പോൾ ഒരു ഫ്ലൂയിഡിനെ പറ്റി പറയുമ്പോൾ അതിൽ പ്രധാനമായും പറയുന്ന അതിൻ്റെ മറ്റൊരു ഫീച്ചറാണ് ഡെൻസിറ്റി. കാരണം ഓരോ ഫ്ലൂയിഡിനെയും ഡിസ്റ്റിങ്വിഷ് ചെയ്യാൻ സഹായിക്കുന്ന ഒരു ഫാക്ടർ കൂടിയാണ് ഡെൻസിറ്റി എന്ന് പറയുന്നത്. അപ്പോൾ ഡെൻസിറ്റി എന്താണ്? മാസ് ബൈ വോളിയം. എന്താണ് മാസിൻ്റെ യൂണിറ്റ്? കിലോഗ്രാം. എന്താണ് വോളിയത്തിൻ്റെ യൂണിറ്റ്? മീറ്റർ ക്യൂബ്. സോ യൂണിറ്റ് എന്താണ്? കിലോഗ്രാം പെർ മീറ്റർ ക്യൂബ്. സോ നമ്മൾ പറഞ്ഞു പ്രഷർ എന്ന് പറഞ്ഞാൽ ഫോഴ്സ് ബൈ ഏരിയ ആണ്. ഫോഴ്സിൻ്റെ ഡയമെൻഷൻ എന്ന് പറഞ്ഞാൽ mL/2, ഏരിയ ഡയമെൻഷൻ എന്ന് പറഞ്ഞാൽ mL². സോ നമുക്ക് എന്ത് കിട്ടും? mL/-1 T/-2 എന്ന് കിട്ടും. ഇനി എന്താണ് നമ്മൾ കോമൺ ആയിട്ട് ഉപയോഗിക്കുന്ന യൂണിറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അറ്റ്മോസ്ഫിയറിക് പ്രഷറാണ്. കോമൺ ആയിട്ട് ഉപയോഗിക്കുന്ന യൂണിറ്റ് എന്ന് പറഞ്ഞാൽ അറ്റ്മോസ്ഫിയറിക് പ്രഷറാണ്. ഒരു അറ്റ്മോസ്ഫിയറിക് പ്രഷർ എന്ന് പറഞ്ഞാൽ 1.013 10⁵ പാസ്കൽ ആണ്. ബൈ ഹാർട്ട് ചെയ്യണം. ഇനി മറ്റൊരു ക്വാണ്ടിറ്റിയാണ് റോ എന്ന് പറയുന്നത്. ഡെൻസിറ്റി എന്ന് പറയുന്നത് എന്താണ്? മാസ് ബൈ വോളിയം. അടുത്തതിലേക്ക് പോവാം. കുറച്ച് പ്രധാനപ്പെട്ട കാര്യങ്ങളാണ് പറഞ്ഞിരിക്കുന്നത്. ഡെൻസിറ്റി ഓഫ് വാട്ടർ 4 ഡിഗ്രി സെൽഷ്യസ് എത്രയാണ്? 277 കെൽവിനിൽ വാട്ടറിൻ്റെ ഡെൻസിറ്റി 1 × 10⁻³ ആണ്. ടെമ്പറേച്ചർ വെച്ച് ഓർത്ത് വെച്ചേക്കുക 4 ഡിഗ്രി സെൽഷ്യസ്. ഇനി സീ വാട്ടറിൻ്റെ 1.03 ആണ്. ഇനി അടുത്ത് പറയുന്ന ഒരു പ്രധാനപ്പെട്ട കാര്യം എന്ന് പറഞ്ഞാൽ റിലേറ്റീവ് ഡെൻസിറ്റി ഓഫ് എ സബ്സ്റ്റൻസ്. എന്താണ് റിലേറ്റീവ് ഡെൻസിറ്റി എന്ന് പറഞ്ഞാൽ? റിലേറ്റീവ് ഡെൻസിറ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഡെൻസിറ്റി ഓഫ്, ഫോർ എക്സാമ്പിൾ റിലേറ്റീവ് ഡെൻസിറ്റി ഓഫ് കെറോസിൻ എന്താണ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, റിലേറ്റീവ് ഡെൻസിറ്റി ഓഫ് കെറോസിൻ എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഡെൻസിറ്റി ഓഫ് കെറോസിൻ ഡിവൈഡ് ബൈ ഡെൻസിറ്റി ഓഫ് വാട്ടർ അറ്റ് 4 ഡിഗ്രി സെൽഷ്യസ്. ഡെൻസിറ്റി ഓഫ് കെറോസിൻ ഡിവൈഡ് ബൈ ഡെൻസിറ്റി ഓഫ് വാട്ടർ അറ്റ് 4 ഡിഗ്രി സെൽഷ്യസിനെ വിളിക്കുന്ന പേരാണ് എന്ത്? റിലേറ്റീവ് ഡെൻസിറ്റി ഓഫ് കെറോസിൻ. എന്ത് വിളിക്കാം? റിലേറ്റീവ് ഡെൻസിറ്റി ഓഫ് കെറോസിൻ. കൃത്യമായി തന്നെ മനസ്സിലായെന്ന് വിശ്വസിക്കുന്നു. എന്താണ് റിലേറ്റീവ് ഡെൻസിറ്റി എന്ന് പറഞ്ഞാൽ? ഡെൻസിറ്റി ഓഫ് കെറോസിൻ ഡിവൈഡ് ബൈ ഡെൻസിറ്റി ഓഫ് വാട്ടർ അറ്റ് 4 ഡിഗ്രി സെൽഷ്യസ്. റിലേറ്റീവ് ഡെൻസിറ്റി എന്ന് പറഞ്ഞാൽ എന്താ? ഫോർമുല എന്താ? ഡെൻസിറ്റി ഓഫ് കെറോസിൻ ഡിവൈഡ് ബൈ, ഇവിടെ കെറോസിൻ്റെ കാര്യമാണ്. ഞാൻ ഏതൊരു ഫ്ലൂയിഡ് ആണോ പറയുന്നത് ആ ഫ്ലൂയിഡിൻ്റെ ഡെൻസിറ്റി ഡിവൈഡ് ബൈ നമ്മൾ കമ്പയർ ചെയ്യുന്ന ഐഡിയൽ ആയിട്ടുള്ള ഫ്ലൂയിഡ് വാട്ടർ ആണ്. സോ ഡെൻസിറ്റി ഓഫ് വാട്ടർ അറ്റ് 4 ഡിഗ്രി സെൽഷ്യസിനെ വിളിക്കുന്ന പേരാണെന്ന റിലേറ്റീവ് ഡെൻസിറ്റി. വെരി വെരി ഇമ്പോർട്ടൻറ്റ്. ഇനി ഇതിന് ഡയമെൻഷൻ ഇല്ല. ഇതൊരു പോസിറ്റീവ് ആയിട്ടുള്ള സ്കെയിലാർ ക്വാണ്ടിറ്റി ആണ്. ഫോർ എക്സാമ്പിൾ അലുമിനിയത്തിൻ്റെ റിലേറ്റീവ് ഡെൻസിറ്റി എന്ന് പറഞ്ഞാൽ 2.7 ആണ്. അപ്പോൾ ഡെൻസിറ്റി എത്രയായിരിക്കും? 2.7 × 10⁻³ ആയിരിക്കും. കൃത്യമായിട്ട് മനസ്സിലാക്കുക. അപ്പോൾ രണ്ടാമത് പറഞ്ഞ കാര്യം റിലേറ്റീവ് ഡെൻസിറ്റി. റിലേറ്റീവ് ഡെൻസിറ്റി എന്ന് പറഞ്ഞാൽ എന്താ? ഒരാളുമായി താരതമ്യം ചെയ്ത് പറയുന്നു. ആരുമായിട്ട് താരതമ്യം ചെയ്യുന്നത്? വാട്ടറുമായി താരതമ്യം ചെയ്യുമ്പോൾ ആ പറയുന്ന ഫ്ലൂയിഡിൻ്റെ ഡെൻസിറ്റി എത്രയാണ് അതിനെ വിളിക്കുന്ന പേരാണ് എന്തോന്ന്? റിലേറ്റീവ് ഡെൻസിറ്റി. ആരുമായിട്ട് താരതമ്യം ചെയ്ത് പറഞ്ഞേ? വാട്ടറുമായിട്ട് താരതമ്യം ചെയ്യുമ്പോൾ അതിൻ്റെ ഡെൻസിറ്റി എന്താണ് അതിനെ വിളിക്കുന്ന പേരാണ് റിലേറ്റീവ് ഡെൻസിറ്റി. കൃത്യമായി തന്നെ മനസ്സിലായെന്ന് വിശ്വസിക്കുന്നു. സോ റിലേറ്റീവ് ഡെൻസിറ്റി ഓഫ് കെറോസിൻ എന്ന് പറഞ്ഞാൽ എന്താ? ഡെൻസിറ്റി ഓഫ് കെറോസിൻ ഡിവൈഡ് ബൈ ഡെൻസിറ്റി ഓഫ് വാട്ടർ അറ്റ് 4 ഡിഗ്രി സെൽഷ്യസ്. സോ ഡെൻസിറ്റി ഓഫ് കെറോസിൻ ഡിവൈഡ് ബൈ ഡെൻസിറ്റി ഓഫ് വാട്ടർ. ഇപ്പം എന്താ റിലേറ്റീവ് ഡെൻസിറ്റി ഓഫ്, എന്തായിരിക്കും ഫോർമുല? റിലേറ്റീവ് ഡെൻസിറ്റി ഓഫ് എ ഫ്ലൂയിഡ് ഈസ് ഈക്വൽ ടു ഡെൻസിറ്റി ഓഫ് ദ ഫ്ലൂയിഡ് ഡിവൈഡഡ് ബൈ ഡെൻസിറ്റി ഓഫ് വാട്ടർ അറ്റ് 0 ഡിഗ്രി സെൽഷ്യസ്. അത് ഡയമെൻഷൻ ഇല്ലാത്തൊരു ക്വാണ്ടിറ്റിയാണ്. എപ്പോഴും ഓർത്തിരിക്കുക, ഡെൻസിറ്റി ഓഫ് വാട്ടർ അറ്റ് 0 ഡിഗ്രി സെൽഷ്യസ് ആണ് 1000 കിലോഗ്രാം പെർ മീറ്റർ ക്യൂബ് എന്ന് പറഞ്ഞാൽ 1 മീറ്റർ നീളം, 1 മീറ്റർ വീതി, 1 മീറ്റർ പൊക്കമുള്ള ഒരു ടാങ്കിനകത്ത് ഞാൻ വെള്ളം നിറച്ചു കഴിഞ്ഞാൽ ആ ടാങ്കിലുള്ള വെള്ളത്തിന് എത്ര ഭാരം കാണും? 1000 കിലോഗ്രാം കാണും. എന്ന് പറഞ്ഞാൽ 1 മീറ്റർ ക്യൂബ് വോളിയത്തിൽ വെള്ളത്തിൻ്റെ വെയിറ്റ് എന്ന് പറഞ്ഞാൽ 1000 കിലോഗ്രാം ആണ്. എത്രയാണ്? 1000 കിലോഗ്രാം ആണ്. ഈ ഒരു ക്വസ്റ്റ്യനിൽ എന്താ? അലുമിനിയത്തിൻ്റെ റിലേറ്റീവ് ഡെൻസിറ്റി 2.7 ആണ് തന്നിട്ടുണ്ട്. സോ അലുമിനിയത്തിൻ്റെ ആണ് വിച്ച് ഈസ് ഈക്വൽ ടു ഡെൻസിറ്റി ഓഫ് അലുമിനിയം ഡിവൈഡ് ബൈ വാട്ടറിൻ്റെ ഡെൻസിറ്റി അഥവാ 1000 കിലോഗ്രാം പെർ മീറ്റർ ക്യൂബ്. സോ ഡെൻസിറ്റി ഓഫ് അലുമിനിയം എന്തായി? സോ ഡെൻസിറ്റി ഓഫ് അലുമിനിയം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 2.7 ×
10⁻³ കിലോഗ്രാം പെർ മീറ്റർ ക്യൂബ്. സോ നമുക്ക് റിലേറ്റീവ് ഡെൻസിറ്റി അറിയാമെങ്കിൽ, ഒരു പർട്ടിക്കുലർ ഫ്ലൂയിഡിന്റെ റിലേറ്റീവ് ഡെൻസിറ്റി അറിയാമെങ്കിൽ വി ക്യാൻ ഈസിലി കാൽക്കുലേറ്റ് ദ ഡെൻസിറ്റി ഓഫ് ദാറ്റ് പർട്ടിക്കുലർ ഫ്ലൂയിഡ്. അത് കണ്ടുപിടിക്കാൻ സഹായിക്കുന്ന ഒരു ടേം ആണ് റിലേറ്റീവ് ഡെൻസിറ്റി. കൃത്യമായി അറിഞ്ഞിരിക്കുക. ഇതിൽ ബ്ലഡിന്റെ കാര്യം നോക്കി വെച്ചേക്കുക. ബ്ലഡിന്റെ ഡെൻസിറ്റി, മെർക്കുറി നോക്കി വെച്ചേക്കുക 13.6. ഓക്സിജൻ ഒന്നും വേണ്ട, ഇന്റർസ്റ്റെല്ലർ നോക്കി വെച്ചേക്കുക, കാരണം വാല്യൂസ് ചോദിക്കാറുണ്ട്. എയറിന്റെയും ഡെൻസിറ്റി നോക്കി വെച്ചേക്കുക 1.29. ജസ്റ്റ് 1. ഈ 4 കാര്യത്തിന് നോക്കി വെച്ചേക്കുക. മെർക്കുറി 13.6 ആണ്, ബ്ലഡിന്റെ 1.06 ആണ്, ഇനി 10⁻³ ആണ് മാർക്ക് ചെയ്ത് രണ്ടും. പക്ഷേ എയർ ഈസ് ജസ്റ്റ് 1.29, ഡെൻസിറ്റി ഓഫ് എയർ ഈസ് ജസ്റ്റ് 1.29 ആൻഡ് ഇല്ലസ്റ്റെല്ലാർ സ്പേസിന്റെ ഡെൻസിറ്റി എത്രയാ? 10⁻⁻20. ഇത്രയൊന്നും ഓർത്തിരിക്കുക. ഓക്കെ, ഇനി അടുത്ത് പറയാൻ പോകുന്നത് പാസ്കൽസ് നിയമം എന്ന് പറയുന്നത്. അപ്പോൾ പാസ്കൽസ് ലോ എന്താണ്? പാസ്കൽ പറയുന്ന കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വളരെ സിമ്പിൾ ആയിട്ടുള്ള കാര്യമാണ്. ഇപ്പോൾ ഫോർ എക്സാമ്പിൾ ഇതിൻ്റെ പ്രൂഫ് നമുക്ക് ടെക്സ്റ്റ് ബുക്കിൽ പഠിക്കാനുണ്ട്. നമുക്കിവിടെ വളരെ ഡീറ്റെയിൽ ആയിട്ട് പറയേണ്ട ആവശ്യമില്ല, പ്രൂഫിലേക്ക് പോകേണ്ട ആവശ്യമില്ല. സിമ്പിളായിട്ട് മനസ്സിലാക്കേണ്ട കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഞാനൊരു ഫ്ലൂയിഡിനെ ഒരു ക്ലോസ്ഡ് ചേമ്പറിൽ എടുത്തെന്ന് വിചാരിക്കുക. ഒരു ഫ്ലൂയിഡിനെ ക്ലോസ്ഡ് ചേമ്പറിൽ എടുത്തു എന്ന് വിചാരിക്കുക. അതിൻ്റെ ഒരു പോയിന്റിൽ എക്സേർട്ട് ചെയ്യുന്ന പ്രഷർ, ഫോർ എക്സാമ്പിൾ ഇതൊരു ഫ്ലൂയിഡാണ്, ആ ഫ്ലൂയിഡിനകത്തുള്ള ഒരു ചെറിയൊരു സ്പേസ് ആണ് എടുത്തിരിക്കുന്നത്. അപ്പോൾ ആ പറയുന്ന റീജിയനിൽ 3 സൈഡിൽ നിന്ന് എന്ത് ആക്ട് ചെയ്യുന്നുണ്ട്? ഫോഴ്സസ് ആക്ട് ചെയ്യുന്നുണ്ട്. 3 സൈഡിൽ എന്ത് ആക്ട് ചെയ്യുന്നുണ്ട്? ഫോഴ്സസ്. നോർമലായിട്ട് സർഫസിൽ നോർമലായിട്ട് 3 സൈഡിൽ എന്ത് ആക്ട് ചെയ്യുന്നുണ്ട്? ഫോഴ്സസ് ആക്ട് ചെയ്യുന്നുണ്ട്. ഈ ഫോഴ്സ് ഡിവൈഡഡ് ബൈ ഏരിയ ആണ് അവിടെ തരുന്നത് പ്രഷർ. ഈ ഫോഴ്സ് ഡിവൈഡ് ബൈ അതിന്റെ ഏരിയ ആയിരിക്കും എന്നതിന്റെ പ്രഷർ. അക്കോർഡിംഗ് ടു പാസ്കൽസ് ലോ, പ്രഷർ റിമൈൻസ് ദ സെയിം. പ്രഷറിന് യാതൊരു മാറ്റവുമില്ല. ഒരു പോയിന്റ് ആണെങ്കിൽ ആ പോയിന്റിലെ എല്ലാ ഡയറക്ഷനിൽ നിന്നും ആക്ട് ചെയ്യുന്ന പ്രഷർ എങ്ങനെയായിരിക്കും? സെയിം ആയിരിക്കും. പ്രഷർ റിമെയിൻസ് ദ സെയിം. ഇപ്പോൾ നോക്കിയ ഇവിടെ ആ ബി എന്ന് പറയുന്ന ഫോഴ്സിനെ അതിൻ്റെ ഏരിയ കൊണ്ടും, സി എന്ന് പറയുന്ന ഫോഴ്സിനെ അതിൻ്റെ ഏരിയ കൊണ്ടും, എ എന്ന് പറയുന്ന ഫോഴ്സിനെ അതിൻ്റെ ഏരിയ കൊണ്ട് ഡിവൈഡ് ചെയ്താലും കിട്ടുന്ന പ്രഷറിന് മാറ്റമല്ല. പ്രഷർ റിമൈൻസ് ദ സെയിം. ഞാനൊരു സെയിം പോയിന്റ് പറഞ്ഞു, ഒരു സെയിം ലൈൻ പറഞ്ഞു. ആ പോയിന്റിൽ എവിടെ നിന്നൊക്കെ ആ പോയിന്റിലെ പ്രഷർ റിമൈൻസ് ദ കോൺസ്റ്റന്റ്. ആ പോയിന്റിലെ പ്രഷർ എന്താ? റിമൈൻസ് ദ കോൺസ്റ്റന്റ്. ദിസ് ഈസ് വാട്ട് വി കോൾ as പാസ്കൽസ് ലോ. എന്ത് വിളിക്കാം നമുക്ക്? പാസ്കൽസ് ലോ. പ്രഷറുമായി ബന്ധപ്പെട്ട വളരെ പ്രധാനപ്പെട്ട ഒരു നിയമമാണ് പാസ്കൽസ് ലോ എന്ന് പറഞ്ഞാൽ. ഇതിന് ഒട്ടേറെ അഡ്വാൻറ്റേജ് ഉണ്ട്. കാരണം എന്താ? നമുക്കറിയാം, പ്രഷർ കോൺസ്റ്റന്റ് ആണ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഒരു ഫ്ലൂയിഡ് ഒരു ചേമ്പറിനകത്ത് ഉണ്ട് എന്ന് പറയുന്നു, ഒരു ക്ലോസ് ചേമ്പറിനകത്ത് ഒരു ഫ്ലൂയിഡ് ഉണ്ടെന്ന് പറയുന്നു. ഞാൻ ഏതെങ്കിലും ഒരു പോയിന്റിൽ പ്രഷർ കൊടുത്തു കഴിഞ്ഞാൽ ആ പോയിന്റിൽ കൊടുക്കുന്ന പ്രഷറും ആ പ്രഷർ ട്രാൻസ്മിറ്റ് ചെയ്ത് ഇവിടെ വരുമ്പോഴും രണ്ട് സൈഡിലും പ്രഷർ എങ്ങനെയാവണം? ഈക്വൽ തന്നെ ആകണം. ഫോർ എക്സാമ്പിൾ നമ്മൾ വീൽ അഥവാ ബൈക്ക്, സ്കൂട്ടർ തുടങ്ങിയ കാറുകളിലെല്ലാം ഹൈഡ്രോളിക് ബ്രേക്കുകൾ ഉപയോഗിക്കാറുണ്ട്. അപ്പോൾ നമ്മളൊന്ന് ആലോചിച്ച് നോക്കുക, കയ്യിൽ കൊടുക്കുന്ന പ്രഷർ എത്രയാണ്, അല്ലെങ്കിൽ കാലിൽ ചവിട്ടുന്ന സമയത്ത് എന്തുമാത്രം പ്രഷറാണ്? വളരെ ചെറിയ പ്രഷറാണ്. നമ്മൾ ആലോചിച്ച് നോക്കുക, ഈ ചെറിയ പ്രഷറിൽ പുറമേ ഉള്ളൊരു വീലിലെ ചവിട്ടിയാൽ നിൽക്കുമോ? ഇല്ല. എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവിടെ എന്തോ ഒരു മെക്കാനിസം ഉണ്ട്. ഈ കൊടുക്കുന്ന ഫോഴ്സിനെ 100 ഇരട്ടിയോ അല്ലെങ്കിൽ 200 ഇരട്ടിയോ വലുതാക്കി അവിടെ ഒരു ബലം കൊടുത്താൽ മാത്രമേ എനിക്ക് ആ ടയറിനെ നിർത്താൻ സാധിക്കൂ. അപ്പോൾ അത് എന്തിൻ്റെ അടിസ്ഥാനത്തിലാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ പാസ്കൽസ് ലോ ആണ്. ഇനി നമുക്കറിയാം, ഈ ഹൈഡ്രോളിക്കായിട്ട് പ്രവർത്തിക്കുന്ന ഒട്ടേറെ ഉപകരണങ്ങളുണ്ട്. ഈ ഉപകരണങ്ങളിലൊക്കെ നമ്മൾ ഒരു സൈഡിൽ നിന്ന് കൊടുക്കുന്ന ബലം വളരെ കുറവാണ്. ഈ ബലത്തിൻ്റെ 10 ഇരട്ടിയും 200 ഇരട്ടിയും 300 ഇരട്ടിയും എനിക്ക് ഓപ്പോസിറ്റ് സൈഡിൽ കിട്ടേണ്ടി വരുന്ന സാഹചര്യത്തിൽ അവിടെയും എന്ത് തിയറമാണെന്ന് ഓർത്തിരിക്കുക? പാസ്കൽസ് ലോ ആണെന്ന് ഓർത്തിരിക്കുക. ഹൈഡ്രോളിക് ജാക്കുകൾ, ഹൈഡ്രോളിക് ബ്രേക്കുകൾ, ഇതെല്ലാം എന്തിൻ്റെ ആപ്ലിക്കേഷനാണ്? പാസ്കൽസ് ലോ. ഒരു ചെറിയ ഫോഴ്സിനെ അതിൻ്റെ 3 ഇരട്ടിയോ 4 ഇരട്ടിയോ ഒക്കെ മാറ്റാൻ സഹായിക്കും എന്ന് പറഞ്ഞ ലോയാണ് പാസ്കൽസ് ലോ. വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഒരു ക്ലോസ് ചേമ്പറിൽ ഒരു ഫ്ലൂയിഡ് ഉണ്ട്, ഇൻകംപ്രസിബിൾ ആയിട്ടുള്ളൊരു ഫ്ലൂയിഡ് ആണ്. ഞാൻ എവിടെയെങ്കിലും ഒരു പ്രഷർ അപ്ലൈ ചെയ്താൽ ആ പോയിന്റിലെ പ്രഷർ ഈക്വൽ ആയിട്ട് എല്ലായിടത്തും ട്രാൻസ്ഫർ ചെയ്യും എന്നാണ് പുള്ളിക്കാരൻ പറഞ്ഞത്. ഇതുമായിട്ട് ബന്ധപ്പെട്ട് കണക്ക് ചെയ്യാം. കഴിഞ്ഞ തവണ PSCക്ക് അല്ലെങ്കിൽ ഇത്തവണ PSCക്ക് ചോദിച്ച ഒരു ക്വസ്റ്റ്യൻ ആണ്. ശ്രദ്ധിക്കുക, ഞാൻ ഫിഗർ വരയ്ക്കുമ്പോൾ നിങ്ങൾ കുറച്ചും കൂടെ ആധികാരികമായി ഇത് വ്യക്തമാവും. നോക്കുക, ഇവിടെ ഒരു കാറിൻ്റെ വയ്ക്കാനുള്ള സ്പേസ് ഉണ്ട്. അത് കാർ ലിഫ്റ്റ് ചെയ്യാൻ വേണ്ടിയുള്ള ഒരു സാധനമാണ്.
ഇത് നേരെ ഒരു ചെറിയ ഈ ലെവലിലുള്ള ഒരു ചെറിയ ഓപ്പണിംഗ് ആണ്. ഇവിടുത്തെ ഓപ്പണിങ്ങിൻ്റെ വലിപ്പം എന്ന് പറഞ്ഞാൽ വളരെ ചെറുതാണ്. ഇവിടുത്തെ ഏരിയ വളരെ ചെറുതാണ്. ഇവിടെ ഒരു ഫോഴ്സ് ഞാൻ അപ്ലൈ ചെയ്യാൻ പോവുകയാണ്. ഇവിടെ ഞാൻ എഫ് എന്നൊരു ഫോഴ്സ് അപ്ലൈ ചെയ്യുമ്പോൾ ഇവിടെ കാർ ഇരിക്കുന്ന സ്ഥലത്തൊരു ഫോഴ്സ് ഉണ്ടാകും. ഈ ഫോഴ്സ് എന്താണ് എന്നാണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത്. ശ്രദ്ധിക്കുക, ഇപ്പോൾ ഞാൻ ഇവിടെ കൊടുത്ത ഫോഴ്സ് എത്ര ന്യൂട്ടനാണ്? 50 ന്യൂട്ടനാണ്. ഇത് എ എന്ന് പറയുന്ന പോയിന്റ് എന്ന് പറഞ്ഞു, ഇത് ബി എന്ന് പറയുന്ന പോയിന്റ് എന്ന് പറഞ്ഞു. അക്കോർഡിംഗ് ടു പാസ്കൽസ് ലോ പ്രഷർ സെയിം ആണ് എന്ന് പറഞ്ഞാൽ പി എ പ്രഷർ അറ്റ് എ ഈസ് ഈക്വൽ ടു പ്രഷർ അറ്റ് ബി. സംശയമുണ്ടോ? അക്കോർഡിംഗ് ടു പാസ്കൽസ് ലോ പ്രഷർ അറ്റ് എ എന്ന് പറയുന്നതും പ്രഷർ അറ്റ് ബി എന്ന് പറയുന്നതും സെയിം ആണ്. പ്രഷർ എന്ന് പറഞ്ഞാൽ എന്താ? ഫോഴ്സ് അറ്റ് എ ഡിവൈഡ് ബൈ ഏരിയ ഓഫ് എ ഈസ് ഈക്വൽ ടു ഫോഴ്സ് അറ്റ് ബി ഡിവൈഡ് ബൈ ഏരിയ ഓഫ് ബി. സംശയമുണ്ടോ? ഫോഴ്സ് അറ്റ് എ എനിക്ക് തന്നിട്ടുണ്ട് 50 ന്യൂട്ടൺ. ആ പിസ്റ്റന്റെ റേഡിയസ് 5 ആണെങ്കിൽ അതിൻ്റെ ഏരിയ എന്ന് പറഞ്ഞാൽ പൈ ഇൻറ്റു 5 സ്ക്വയർ ഈസ് ഈക്വൽ ടു എഫ് ബി എന്ന് പറഞ്ഞാൽ എനിക്കറിയില്ല, പക്ഷെ അവിടുത്തെ ഏരിയ എനിക്കറിയാം. എത്ര ഏരിയ എത്ര അറിയാം? 15 റേഡിയസ്. സോ പൈ ഇൻറ്റു 15 സ്ക്വയർ. കിട്ടിയില്ലേ? സോ രണ്ട് സൈഡിലും ഫോഴ്സ് എന്തോന്നാണ്? പ്രഷർ എന്തോന്നാണ്? ഈക്വൽ ആണ്. അക്കോർഡിംഗ് ടു പാസ്കൽസ് ലോ ദ പ്രഷർ നീഡ് ടു ബി ഈക്വൽ. സോ എഫ് എ ബൈ എ ഈക്വൽ ടു എഫ് ബി ബൈ എ ബി. എഫ് എ എന്ന് പറഞ്ഞാൽ എത്ര? 50. ഏരിയ എന്ന് പറഞ്ഞാൽ എത്ര? പൈ ആർ സ്ക്വയർ. റേഡിയസ് വന്നിട്ടുണ്ട്. സോ പൈ ഇൻറ്റു 5 സ്ക്വയർ. സോ പൈ ഇൻറ്റു നമുക്ക് കണ്ടുപിടിക്കേണ്ട എന്താ? എഫ് ബി. സോ എഫ് ബി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 50 ഇൻറ്റു പൈ ഇൻറ്റു 15 സ്ക്വയർ ഡിവൈഡ് ബൈ പൈ ഇൻറ്റു 5 സ്ക്വയർ. സോ പൈയും പൈയും ക്യാൻസലായി. 50 ഇൻറ്റു 15 ഇൻറ്റു 15 ഡിവൈഡ് ബൈ 5 ഇൻറ്റു 5. സോ 3 തവണ, ഇത് 3 തവണ 50 ഇൻറ്റു 9. 50 ഇൻറ്റു 9 എത്ര? 450 ന്യൂട്ടൺ. എത്ര കിട്ടി? 450 ന്യൂട്ടൺ. ഓപ്ഷൻ ബി. കൃത്യമായിട്ട് മനസ്സിലാക്കുക. ഇവിടെ ഞാൻ അപ്ലൈ ചെയ്ത പ്രഷർ ഫോഴ്സ് എത്രയാ? 50. പക്ഷെ എനിക്ക് റൈറ്റ് ഹാൻഡ് സൈഡിൽ എത്ര കിട്ടി? 450 ന്യൂട്ടൺ എന്ന് കിട്ടി. ആ ഫോഴ്സിനെ 9 ഇരട്ടി വലുതാക്കാൻ സഹായിച്ചു. ദിസ് ഈസ് വെരി വെരി ഇമ്പോർട്ടൻറ്റ്. കഴിഞ്ഞ തവണ ചോദിച്ച ഡയറക്റ്റ് ക്വസ്റ്റ്യൻ ആയിരുന്നു. കൃത്യമായിട്ട് മനസ്സിലാക്കുക. പ്രഷർ റിമൈൻസ് സെയിം. ഞാൻ ഒരു ഇത് രണ്ടും ഒരേ ലെവലിൽ ഇരിക്കുന്ന പോയിന്റാ. ഒരു ഇൻകംപ്രസിബിൾ ആയിട്ടുള്ള ഫ്ലൂയിഡാ എന്ന് പറഞ്ഞാൽ കംപ്രസ് ചെയ്യാൻ പറ്റാത്ത ഫ്ലൂയിഡ്. നമ്മൾ കംപ്രസ് ചെയ്യാൻ പറ്റാത്ത ഫ്ലൂയിഡ് ആണെങ്കിൽ ഇവിടെ എന്തുമാത്രം പ്രഷറാണോ കൊടുക്കുന്നത് ആ പ്രഷർ തന്നെ എനിക്ക് ഇവിടെയും കിട്ടും, ബിയിലും കിട്ടും. സോ പ്രഷർ അറ്റ് എ ഈസ് ഈക്വൽ ടു പ്രഷർ അറ്റ് ബി. എയിൽ ആക്ട് ചെയ്യുന്ന ഫോഴ്സ് എത്ര? 50. ഏരിയ എത്ര? പൈ ഇൻറ്റു 5 സ്ക്വയർ. ബിയിൽ ആക്ട് ചെയ്യുന്ന ഫോഴ്സ് എത്ര? എഫ് ബി. അവിടുത്തെ ഏരിയ എത്ര? പൈ ഇൻറ്റു 15 സ്ക്വയർ. ഇനി ക്രോസ് മൾട്ടിപ്ലൈ ചെയ്യുക, സിംപ്ലിഫൈ ചെയ്യുക. വി വിൽ ഗെറ്റ് 450 ന്യൂട്ടൺ. കൃത്യമായി മനസ്സിലാക്കുക. പാസ്കൽസ് ലോ വെച്ചിട്ടുള്ള പ്രോബ്ലംസ് ചോദിക്കാനുള്ള സാധ്യത കൂടുതലാണ്. ലാബ് അസിസ്റ്റന്റ് പോലുള്ള എക്സാമിന് ഇത് ചോദിച്ചിരുന്നു. അപ്പോൾ ഇതുവരെ പഠിപ്പിച്ച കാര്യങ്ങളെല്ലാം വ്യക്തമായി എന്ന് മനസ്സിലായി എന്ന് വിശ്വസിക്കുന്നു. വളരെ സിമ്പിളായി ഡിഫൈൻ ചെയ്യേണ്ട കാര്യങ്ങളേ ഉള്ളൂ. പക്ഷെ കുറച്ച് ആധികാരികമായിട്ട് ലിമിറ്റിൻ്റെ എക്സ്പ്രഷനിൽ ഇത് പറഞ്ഞു പ്രഷർ പറഞ്ഞു. ആ ഫോർമുല അറിഞ്ഞിരിക്കുക. ചിലപ്പോൾ ഡയറക്റ്റായിട്ട് ചോദിക്കാം. ലിമിറ്റ് വാട്ട് ഈസ് ദ ഫോർമുല, ഐഡൻറ്റിഫൈ ദ പ്രഷർ ഫ്രോം ദിസ് ഫോളോയിങ് എക്സ്പ്രഷൻസ്, അങ്ങനെ ചോദിച്ചിട്ടുണ്ട്. അതുകൊണ്ടാണ് പ്രഷർ എന്ന് പറഞ്ഞാൽ ലിമിറ്റ് ഡെൽറ്റ എ ടെൻസ് ടു 0 ഡെൽറ്റ എഫ് ബൈ ഡെൽറ്റ എ എന്ന് പറഞ്ഞത്. അത് ഓർത്തിരിക്കുക. ബാക്കി ഫ്ലൂയിഡ് എന്താണെന്ന് പറഞ്ഞു. ഫ്ലൂയിഡ് എന്താണ് ത്രസ്റ്റ്, എന്താണ് ഫോഴ്സ്, എന്താണ് പ്രഷർ, എന്താണ് ഫ്ലൂയിഡ് എന്നുള്ള കാര്യം നമുക്ക് കൃത്യമായി പറഞ്ഞു. കൃത്യമായി തന്നെ മനസ്സിലായെന്ന് വിശ്വസിക്കുന്നു. കൃത്യമായി തന്നെ ഈ പറയുന്ന കൺസെപ്റ്റ് നോക്കുക. ഇതിൽ നിന്ന് നിങ്ങൾക്ക് പ്രതീക്ഷിക്കാവുന്നത് 2 ക്വസ്റ്റ്യൻസ് പ്രതീക്ഷിക്കാം. കാരണം വലിയൊരു ഓരോ മോഡലിൽ നിന്നും പർട്ടിക്കുലറായിട്ട് ഇത്ര സെക്ഷൻ പഠിക്കണമെന്നുണ്ട്. അപ്പോൾ മെക്കാനിക്സ് ഓഫ് സോളിഡ്സും ഫ്ലൂയിഡ്സും ഒരുമിച്ച് വരുന്നു. അവിടെ സോളിഡ്സ് ചോദിച്ചില്ല, അവർ ചോദിച്ച ഫ്ലൂയിഡ്സ് ആണ്. ഫ്ലൂയിഡ്സിന് 2 ക്വസ്റ്റ്യൻ ഉണ്ട്. അപ്പോൾ സോളിഡ്സും ഫ്ലൂയിഡ്സും നമ്മൾ എത്ര ക്വസ്റ്റ്യൻ പ്രതീക്ഷിക്കാം? 2 ക്വസ്റ്റ്യൻ പ്രതീക്ഷിക്കാം. കൃത്യമായി തന്നെ മനസ്സിലായെന്ന് വിശ്വസിക്കുന്നു. ഇനി വരുന്ന കാര്യങ്ങൾ അടുത്ത വീഡിയോമായി കാണുമ്പോൾ ബാക്കിയുള്ള കാര്യം ഡിസ്കസ് ചെയ്യാം. താങ്ക് യു.